So hello guys, ഇന്ന് നമ്മൾ ഡിസ്കസിങ് ദ ഐ വിൽ മാരി വെൻ ഐ വാണ്ട് എന്ന ചാപ്റ്ററാണ്. സോ വിത്തൗട്ട് എനി അഡ്യൂ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ചാപ്റ്റർ. വി ക്യാൻ സി ഇത് എഴുതിയിരിക്കുന്നത് രണ്ടാളുകൾ കൂടിയാണ്, ഇൻഗുഗി വാ തിയോങ്കോ അതുപോലെ തന്നെ ഇൻഗുഗി വാ മിരി എന്ന ആളുകളാണ്. ഇൻഗുഗി വാ തിയോങ്കോയുടെ പ്രത്യേകത, ഇവർ രണ്ടുപേരും കെന്യൻ ഓതേഴ്സാണ്. കെന്യൻ ഓതേഴ്സാണ്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക്സ് ദാറ്റ് ക്രിറ്റിക് കൊളോണിയലിസം, നിയോ കൊളോണിയലിസം ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ് ഇൻ കെനിയ. കെന്യയിലെ സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെ അതുപോലെ തന്നെ നിയോ കൊളോണിയലിസത്തിനെതിരെ ഒക്കെ വർക്ക് ചെയ്തിരുന്ന, അതിനുവേണ്ടി തൻ്റെ തൂലിക ചലിപ്പിച്ച ആളാണ് ആര്? ഇൻഗുഗി വാ തിയോങ്കോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഗുഗി വാ മിരി. ഇൻഗുഗി വാ മിരി എന്ന് നോക്കൂ, അദ്ദേഹം ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ്, പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റി, ഇക്കണോമിക് ഇൻഇക്വാലിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രചനകളാക്കി നടന്നിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ കഥയുടെ ഒരു സമ്മറി മലയാളത്തിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്താൽ വായിക്കാവുന്നതാണ്. I'll Marry When I Want tells the story of the poor, hard-working laborers Kigunda and Wangiru. നമ്മുടെ മെറ്റീരിയൽസിൽ ചില ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിഗുണ്ട ആൻഡ് വാങ്ങിച്ചി എന്നുള്ള പേരുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലേബറേഴ്സായ ഇവരുടെ ഒരു ദാരിദ്ര്യ ജീവിതമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേ ലിവ് ഇൻ എ ഹംബിൾ ഹോം. അവർ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു സാധാരണ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഓൺ എ പീസ് ഓഫ് ലാൻഡ് ദേ ഡോണ്ട് ഓൺ. അവർ തന്നെ അവരുടെ തന്നെ ഉടമസ്ഥതയിലല്ലാത്ത സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ആൻഡ് ദ ബിയർലി മേക്ക് ഇനഫ് ടു ഗെറ്റ് ബൈ. അപ്പോൾ അവർക്ക് സ്വയം ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്താൻ തന്നെ അവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണുള്ളത്. ദെയർ ലൈഫ്സ് ആർ കോൺസ്റ്റൻറ്റ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് പോവർട്ടി. അപ്പോൾ ദാരിദ്ര്യത്തിന് എതിരെയുള്ള സ്ട്രഗിളാണ് അവരുടെ ജീവിതം. അതിനെതിരെയുള്ള സ്ട്രഗിളാണ് അവരുടെ ജീവിതം. ആൻഡ് അപ്പോൾ അവർക്കൊരു മകളുണ്ട്, അവളുടെ പേരാണ് ഗത്തോണി. അവർ ജോൺ മഹോണിയുമായിട്ട് പ്രണയത്തിലാവുകയാണ്. ജോൺ മഹോണി ആരാണ്? വെൽത്തി ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള സാമുവൽ കിയോയുടെയും ഭാര്യയായിട്ടുള്ള ജെസബലിൻ്റെയും മകളാണ്. കിയോയ് ഫാമിലി റെപ്രസെൻറ്റ്സ് ദ ന്യൂ പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കൻ എലൈറ്റ് ഹു ഹാവ് ടേക്കൻ പവർ ആൻഡ് വെൽത്ത് ഫ്രം ഡിപ്പാർട്ടിംഗ് ബ്രിട്ടീഷ് കൊളോനൈസേഴ്സ്. ബ്രിട്ടീഷ് കോളനിവത്കരണ നടത്തിയിരുന്ന ആളുകളിൽ നിന്ന്, അതായത് ബ്രിട്ടീഷ് കോളനി വക്താക്കളിൽ നിന്ന് ഭരണം അവർ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അവരിൽ നിന്ന് ഭരണം തട്ടിയെടുത്ത അല്ലെങ്കിൽ ഭരണം നേടിയെടുത്ത ആഫ്രിക്കൻ എലൈറ്റ് കുടുംബക്കാരെയാണ്, അല്ലെങ്കിൽ എലൈറ്റ് കമ്മ്യൂണിറ്റിനെയാണ് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദേ ആർ ഡീപ് ഹിപ്പോക്രിറ്റിക്കൽ, യൂസിങ് ദെയർ ന്യൂ ഫൗണ്ട് ക്രിസ്ത്യാനിറ്റി ടു ജസ്റ്റിഫൈ ദെയർ ഗ്രീഡ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ അവിടെയാണ് ബ്രിട്ടീഷ് വന്നതിന് ശേഷമാണ് അവിടെ ക്രിസ്ത്യാനിറ്റി കുറച്ച് വ്യാപകമായി വരാൻ തുടങ്ങിയത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങളൊന്നും തന്നെയല്ല അവരവിടെ പറഞ്ഞു വെക്കുന്നത്, മറിച്ച് അവരുടെ ഗ്രീഡും അവരുടെ ചൂഷണങ്ങളും എല്ലാം തന്നെയാണ് ജനങ്ങൾക്ക് മേലെ അവർ അടിച്ചേൽപ്പിക്കുന്നത്. കിയോയ് ഫാമിലി സീസ് ദ മാരേജ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. കിയോയ് ഫാമിലി എന്താണ് ചെയ്യുന്നത്? അവരുടെ വിവാഹമുണ്ടല്ലോ, ജോൺ മഹോണിയും അതുപോലെ തന്നെ ഗത്തോണിയുമായിട്ടുള്ള വിവാഹം എന്ത് ചെയ്യുന്നു? ഒരു വലിയ അവസരമായിട്ടാണ് കാണുന്നത്. കിയോയ് വിത്ത് ഹിസ് ഐ ഓൺ ബിസിനസ് ഡീൽ വിത്ത് എ ഫോറിൻ കമ്പനി വാണ്ട്സ് ഹിസ് ഫാമിലി ടു അപ്പിയർ റെസ്പെക്റ്റബിൾ ആൻഡ് പയസ്. അപ്പോൾ ഒരു ബിസിനസ് ഡീല് ലക്ഷ്യം വെച്ചുകൊണ്ട് കിയോയ് ഫാമിലി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കിയോയിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കിയോയ് ഇവരുടെ സ്ഥലം തട്ടിയെടുക്കാനാണ് നോക്കുന്നത്. അങ്ങനെ റെസ്പെക്റ്റബിളും പയസുമായിട്ട്, റെസ്പെക്റ്റബിൾ വെച്ചാൽ ഒരു റെസ്പെക്റ്റബിൾ കമ്മ്യൂണിറ്റി ആയിട്ടും എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു രീതിയിലാണ് ഇവർ ഈ ബിസിനസ്സുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും. അതുപോലെ തന്നെ പയസായിട്ടാണ്. പയസ് മീൻസ് വളരെ ഭയഭക്തിയുള്ള, ഭയമുള്ള ആളായിട്ടാണ് കിയോയ് പ്രത്യക്ഷപ്പെടുന്നത്. ഹി ഇൻസിസ്റ്റ് ദാറ്റ് കിഗുണ്ട ആൻഡ് വാങ്ങിറു മസ്റ്റ് ഹാവ് എ ഫോർമൽ എക്സ്പെൻസീവ് ക്രിസ്ത്യൻ വെഡിങ് ടു ലെജിറ്റിമൈസ് ദ യൂണിയൻ. അവരുടെ യഥാർത്ഥത്തിൽ കെന്യൻ കൾച്ചറിൽ നിന്ന് വിഭിന്നമായിട്ട് ക്രിസ്ത്യൻ കൾച്ചർ പ്രകാരം ഒരു വിവാഹം അവർ കിഗുണ്ടയും വാങ്ങിറുവും തന്നെ നടത്തണമെന്നാണ് ഈ കിയോയ് ഫാമിലിയുടെ ആഗ്രഹം. കാരണം അതാണ് യഥാർത്ഥ വിവാഹം. കെന്യൻ കൾച്ചർ പ്രകാരമുള്ള വിവാഹം എന്തല്ല, യഥാർത്ഥ വിവാഹം എന്നല്ല. അതിൽ ഉണ്ടാവുന്ന ശാരീരിക ബന്ധവും കുട്ടികളുമെല്ലാം തന്നെ ഇല്ലെജിറ്റിമേറ്റ് ആണ്, അത് പിഴച്ചുണ്ടായതാണെന്നുള്ള രീതിയിലുള്ള സംസാരമാണ് അവർ നടത്തുന്നത്. കിയോയ് നോസ് ദ ഫാമിലി ദേ കാൺട്ട് അഫോർഡ് ദിസ് ബട്ട് ഹി യൂസസ് ഇറ്റ് ആസ് എ ലെവറേജ്, പ്രോമിസിങ് ദം എ ലോൺ ടു കവർ ദ കോസ്റ്റ് ആൻഡ് ഈവൻ എ സ്മോൾ പീസ് ഓഫ് ലാൻഡ് ഫോർ ദ ലോയാലിറ്റി. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, കിയോയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, എന്ത് ക്രിസ്ത്യൻ വെഡിങ് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കില്ല, നമ്മുടെ ഗത്തോണിയുടെ ഫാമിലിക്കില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ഇത് ഒരു അവസരമായി കണ്ട് അവർ വിവാഹം നടത്തിക്കൊള്ളാം, അവർക്ക് അതിൻ്റെ പകരമായിട്ട് ഒരു ലോൺ എടുത്തിട്ട് ക്യാഷ് കൊടുത്താൽ മതി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഭൂമിയും തന്നാൽ മതി എന്ന് അവർ അവകാശപ്പെടുന്നു. കിഗുണ്ട ആൻഡ് വാങ്ങിറു വാണിംഗ് ബെസ്റ്റ് ഫോർ ദ ഡോട്ടർ. അവർ തൻ്റെ മക്കൾക്ക്, അല്ലേ, എല്ലാവരും തൻ്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ആഗ്രഹിക്കുക. സോ അവരും അങ്ങനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് കിയോയിൻ്റെ വാഗ്ദത്തമെല്ലാം പാലിക്കുന്നു.
they begin to believe that Christian wedding and wealthy son-in-law solve all their problems. അപ്പോൾ ക്രിസ്ത്യൻ വെഡിങ്ങും അതുപോലെ തന്നെ വളരെ സമ്പന്നനായിട്ടുള്ള ഭർത്താവുമുണ്ടെങ്കിൽ, സമ്പന്നനായിട്ടുള്ള മരുമകനുമുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പാവപ്പെട്ട കിഗുണ്ടയും വാങ്കിരവും വിചാരിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു. ദേ ആർ ലെഡ് ടു ബിലീവ് ദാറ്റ് കിയോയി, എ മാൻ ഓഫ് ഗോഡ്, ഈസ് ദെയർ ബെനഫാക്ടർ. അപ്പോൾ ഈ ദൈവഭയം അഭിനയിച്ച് നടക്കുന്ന കിയോയി ഒരു യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരാളായിരിക്കും എന്നവർ വിചാരിക്കുകയാണ്. ദേ ഈവൻ ഗോ സോ ഫാർ ആസ് ടു ടെൽ ദെയർ ഫ്യൂ പൊസിഷൻസ് ആൻഡ് യൂസ് ദെയർ സേവിങ്സ് ടു പ്രിപ്പയർ ഫോർ ദ വെഡിങ്. അപ്പോൾ അവരുടെ എല്ലാം കുറച്ച് കയ്യിലുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിരുന്ന കുറച്ച് സാധനങ്ങൾ പോലും അവരെന്ത് ചെയ്യുന്നു, വിറ്റ് വിവാഹത്തിന് വേണ്ടി അവർ തയ്യാറാവുകയാണ്. ബട്ട് കിയോയി ഹാസ് നോ ഇൻറ്റൻഷൻ ഓഫ് ഫോളോയിങ് ത്രൂ ഓൺ ഹിസ് പ്രോമിസ്. പക്ഷേ കിയോയ്ക്ക് എന്തില്ല, അവരുടെ വാഗ്ദത്തം പാലിക്കണമെന്ന് ഒരു തരത്തിലുള്ള മനോഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫാമിലിയുടെ സ്വഭാവം വെളിവാകുന്നത്. മഹോണി എന്ത് ചെയ്യുന്നു, ഗത്തോണിയെ സെഡ്യൂസ് ചെയ്യുന്നു, വശീകരിക്കുന്നു. ആൻഡ് ഷീ ബിക്കംസ് പ്രഗ്നൻറ്റ്, അവൾ പ്രഗ്നൻ്റ് ആകുന്നു. ഇവൻ കിഗുണ്ട ആൻഡ് വാങ്കിരു കൺഫ്രണ്ട് കിയോയി. അങ്ങനെ പ്രഗ്നൻ്റായ വിവരം അറിഞ്ഞുകൊണ്ട് കിഗുണ്ടയും വാങ്കിരും കിയോയെ കാണാൻ വരുന്നുണ്ട്. കാരണം അവരെന്ത് ചെയ്യുന്നു, അവർ പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന വിശ്വാസത്തിൽ അവർ വരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം നിരാശരാവുകയാണ് ചെയ്യുന്നത്. കാരണം കിഗുണ്ട തൻ്റെ മകളെ പണക്കാരനായിട്ടുള്ള ഒരാൾ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് പരത്തുകയാണ്. ഓക്കെ, കിയോയ് എങ്ങനെയാണ് ഇത് വരുന്നത്? കാരണം അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്? എല്ലാവരെയും അടിച്ചു താഴ്ത്താനും നാണം കെടുത്താനുമുള്ള ഇൻഫ്ലുവൻസ് ആർക്കുണ്ട്? കിയോയ്ക്കുണ്ട്, കിയോയ് ഫാമിലിക്കുണ്ട്. സോ ഹി ഡസ് ദാറ്റ്. Kiyoy, a powerful figure in the community, uses his influence to humiliate and ostracize Kigunda and his family. He even goes so far as to have the family's meager land seized. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയായിട്ട് പണിയെടുക്കുന്ന സ്ഥലം വരെ അത് കോൺഫിസ്കേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു, സീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആര്? കിയോയ് ഫാമിലി. Devastated and betrayed, Kigunda and Wangiru are left with nothing. Their daughter is pregnant and abandoned. Their hopes are shattered and their dignity is stripped away. ചതിക്കപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ മകളാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ഉത്തരവാദിയില്ല, അത്തരത്തിലുള്ള എല്ലാ സമാധാനവും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് ആര്? കിഗുണ്ടയും വാങ്ങിരും. ദ പ്ലേ എൻഡ്സ് ആസ് ദേ റിയലൈസ് ദാറ്റ് ദെയർ ഇൻഡിവിജ്വൽ സ്ട്രഗിൾ ഇസ് എ പാർട്ട് ഓഫ് ദ ലാർജ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ഇത് അവർ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല, തൻ്റെ കെന്യയിലുള്ള ഇലൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്ന് പാവപ്പെട്ടവർ എല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. കിഗുണ്ട നോ ലോങ്ങർ സീക്കിംഗ് എ മാരേജ് ടു ദ വെൽത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഒരു വിവാഹ ബന്ധത്തിന് ആലോചിക്കുന്നില്ല. ജോയിൻസ് ഹിസ് ഫെല്ലോ വർക്കേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവസാനം വലിയൊരു പ്രതിഷേധത്തിന് തിരികൊളുത്തുകയാണ്. ഇലൈറ്റ് കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ട്രൂ ലിബറേഷൻ ക്യാൻ ഓൺലി കം ഫ്രം എ യൂണിഫൈഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഒപ്രസീവ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. ഒപ്രസീവായിട്ടുള്ള അടിച്ചമർത്തുന്ന ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു മോചനം അവർക്കുണ്ടാവുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുകയാണ്. ഇനി കിഗുണ്ടയുടെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, ഇൻഷാ അള്ളാ അടുത്ത നെക്സ്റ്റ് ഇതിൽ നമുക്ക് വായിക്കാം. ഓക്കെ, വാങ്ങിച്ചിയുടെ ഉണ്ട്, ഗത്തോണിയുടെ ഉണ്ട്, അഹാബ് കിയോയുടെ ഉണ്ട്, ജോൺ മഹോണിയുടെ ഉണ്ട്, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ഇഫ് യു വാണ്ട് സ്റ്റോപ്പ് ദിസ് ഹിയർ, യു ക്യാൻ ജസ്റ്റ് മൂവ് ഓൺ ത്രൂ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ എം ഡിസ്കസിങ്, or otherwise you can wait for the next video to upload. I'll discuss the questions that we see here. Otherwise you can just pause the video and go through the questions. So that's it for today, guys. Thank you.